ഗൈസ് വെൽക്കം. അപ്പം ഇതാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കുറേ പണികളെടുത്തു. എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്തു. അതൊക്കെ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്നത്തേതാണ്. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ക്ലീൻ ചെയ്യല്ലേ, ഇപ്പം ഒന്ന് വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ബുക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഈ ഒരു ബുക്ക് എന്താ പറയുക, ലൈൻ ഔട്ട്ലൈൻ്റെ ബുക്കാണ്. കാരണം ഞാൻ ഇതുണ്ടാക്കിയത് ക്യൂട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇതുപോലെ കുറേ ബുക്കുകളുണ്ട്, കാണിച്ചു തരാം. ഫൈനലി ഞാൻ കാണിച്ചു. ഇതെൻ്റെ ക്യാൻവാസ് ബോർഡ് പെയിൻറ്റിംഗ് ആണ്. കുറച്ച് മുമ്പ് ചെയ്തതാണെങ്കിൽ ഞാൻ ഇതൊക്കെ വലിച്ചിട്ടേച്ചാണ്, കാരണം വീഡിയോ എടുക്കല്ലേ. ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. ഇന്ന് ചെയ്ത് പെയിൻറ്റിങ് തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലോട്ട് കടന്നാലോ. ഞാൻ സ്പീഡ് ഇടുന്നില്ല, കാരണം ക്ലീനിങ് എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് പെയിൻ ബോട്ടിലൊക്കെ ഇങ്ങനെ ഒരു ടപ്പൊക്കെ എടുത്ത് വെക്കുക ചെയ്യും. കാരണം അങ്ങനെ ഹൈറ്റായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ ചെയ്യുമ്പം എനിക്ക് സൂപ്പറായി. ഞാനിപ്പോൾ വീഡിയോ ക്യാമറ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനിത് വെക്കാമെന്ന് വെച്ചു. കുറച്ചുകൂടി ഞാൻ എന്താ പറയുക, വീഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇതുപോലത്തെ കേക്കിൻ്റെ ബോർഡുകളാണ്. ഞാൻ വാങ്ങിക്കുകയാണ്. 18 രൂപയുള്ളൂ കേട്ടോ. അതിൽ കുറേ വാങ്ങിക്കണമെങ്കിൽ തീർന്നു പോയി. ഞാൻ റെസിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചാണ്. ഞാൻ അപ്പം എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇതുപോലെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ നടക്കുകയാണ്. അപ്പം മാമ വന്നിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്താണ് കേട്ടോ അവർക്ക്. അങ്ങനെ ഇതുപോലെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്ത് വെച്ചിട്ടുണ്ട്. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടോ. അങ്ങനെ ജേഴ്സൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പം മാറ്റി വെക്കണം, എനിക്ക് അടുത്ത് പൊക്കി വെക്കണമൊക്കെ എനിക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫോളോസും പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഡീക്കറ്റ് വെക്കുന്നുണ്ട്. കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പെറുക്കി വെക്കുന്നുണ്ട്. പിന്നെ വീടൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഫാനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എൻ്റെ പത്രിക ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി എല്ലാം ചെയ്യാനായിരുന്നു. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഉമ്മാരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഔട്ട്ലൈനൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നുണ്ട്. മാമ വന്നുകൊണ്ട് പിന്നെ എനിക്ക് ഡ്രോയിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെച്ച് അങ്ങനെയെല്ലാം ഉണ്ടായിനി. ക്യാൻവാസ് ബോർഡ് എന്നോട് ഹോളിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസ് ബോർഡ് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ബുക്കുകൾ ബുക്ക് എനിക്ക് ഇഷ്ടമായി. ബുക്കാണ് ഫസ്റ്റൊന്നും ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കിട്ടോ. അതിന് നല്ല ഇഷ്ടമായി. ഫൈനലി ഒക്കെ കഴിഞ്ഞ ഇതാണ് എൻ്റെ ലുക്ക്. വേണ്ടതൊക്കെ ഒന്നുമില്ലാതെ ക്ലീൻ ചെയ്ത് ഫോട്ടോസൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇങ്ങനെ വലിച്ചിട്ടിരിക്കുക, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം അതിൻ്റെ ഇതൊക്കെ പോയി കിട്ടും. പിന്നെ ഞാൻ പേപ്പർ ക്ലിപ്പ് ഉണ്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഇപ്പം ഒരു പെയിൻറ്റിങ്ങിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ പെയിൻറ്റിങ്. ഇപ്പം തന്നെ കണ്ടോളൂ നിങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതായി അതിന് ശേഷം ഇടാൻ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞാൻ ഡാൻ മൈ ലൈഫിൻ്റെ അങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സംഭവം തന്നെയാണ്. എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് കാണാനല്ല, ഗണ്ണ് ഇല്ല കേട്ടോ. ഗണ്ണിൻ്റെ പകരം നമ്മളെന്ത് ചെയ്താൽ മതി. ഇതാ കണ്ടോ ഗൈസ്, ലൈറ്റർ കത്തുമ്പോൾ തോന്നുന്നുണ്ടല്ലോ എനിക്ക് ലൈറ്ററാണ് സംഭവം. അതിങ്ങനെ കത്തിച്ച് ഉരുക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് ഇതായി വാങ്ങിച്ചാണ്. ഇതൊക്കെ ഞാൻ റിബണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചെറിയതുണ്ടായിരുന്നു. ഞാൻ പണ്ടത്തെ യൂസ് ചെയ്തിരുന്നു. അത് കാണാനല്ല ഞാൻ, കാരണം ഞാനത് എടുത്ത് വെക്കുമായിരുന്നു. കാരണം എനിക്ക് നല്ല യൂസ്ഫുൾ ആയതിപ്പം പിന്നെ വേറെ സംഭവം പറയുകയാണെങ്കിൽ ഞാൻ അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് സത്യം പറയും നല്ല ഒരു അടിപൊളിയായിട്ട് തോന്നി. കാരണം എല്ലാ സാധനങ്ങളും ഒതുങ്ങി നിൽക്കും. അപ്പുറത്തും ഉണ്ട് ഒരാളാണ്.
അപ്പോൾ ഇത് നല്ലോണം വർക്ക്ഫുള്ളാണ് സത്യം പറയാം. പിന്നെ ഞാനൊരു ബുക്ക് ഉണ്ടാക്കിയില്ല, നിങ്ങൾ കണ്ടു കാണും. നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. വൈകി നമുക്കൊരു ജേർണലിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിക്കണം. പിന്നെ അതായത് ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈനല്ല, അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി തിരിച്ചു, കാരണം ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. പെയിൻറ്റുകൾ കുത്തി തിരികെ വെച്ചേക്കുക. പെയിൻറ്റുകൾ ഇഷ്ടംപോലെ പെയിൻറ്റുകളുണ്ട്. വേറൊരു പെട്ടിയുണ്ട്, പുതിയതൊന്നും ഞാൻ ഇവിടെ വെക്കില്ല, എനിക്കറിയാം. ചാർട്ടൊക്കെ തീർന്ന് അങ്ങനെ വാങ്ങിക്കാനൊക്കെ ഇനി പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ജോൺ സപ്ലൈസ് ആണ്, കണ്ട ആകെ തലക്കുത്തായി കിടക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതെന്നെ മേക്കപ്പ് പേഴ്സണാണെങ്കിൽ അറിയാം എൻ്റെ മേക്കപ്പിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സംഭവം കേട്ടോ. ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചത്. ഇവിടെ എൻ്റെ സാധനങ്ങൾ വെക്കാറില്ല, പക്ഷെ എന്നാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഇത് വെക്കും. ഇതൊക്കെ ചെയ്യുന്നത് കണ്ട ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മിനിഞ്ഞാന്ന് അന്ന് ഞാൻ ഇതിട്ടപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ള സ്പേസും കാര്യങ്ങളൊക്കെ. അന്ന് ഇവിടെ തീ പിടിക്കാൻ കാരണം ഞാനിവിടെ എല്ലാവരും ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോഫയൊക്കെ ഒന്ന് കത്തി. ഞാനൊരു ഹൈ ടൗൺ സോഫയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കത്തി. ഇനിയിപ്പോൾ ഒരു ടേബിൾ വാങ്ങിക്കണം. അപ്പോൾ ഫൈനൽ ഇതാണ്. രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ മറക്കണ്ട. അപ്പോൾ ബൈ.